ഹരേ കൃഷ്ണ. ഇന്നലത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് കടക്കണതിന് മുമ്പ് നമുക്കൊരു കാര്യം ചിന്തിക്കാം കേട്ടോ. നമ്മൾ രണ്ട് തരത്തിലെ വൈദ്യം പൊതുവെ നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് മെഡിസിൻ, മറ്റത് ആയുർവേദം. രണ്ടിനും രണ്ട് ശൈലിയാണ് രോഗം മാറ്റണതിൽ. ഇപ്പം നമുക്കൊരു അസുഖം വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ആണ് സമീപിക്കുന്നത് എന്ന് വിചാരിക്കുക. അത് ക്വിക്ക് ഫിക്സ് ആണ്. അത് പുറത്തേക്ക് കാണുന്ന ലക്ഷണങ്ങൾ എന്താണോ അതിനെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗം മാറും. പക്ഷേ രോഗം വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വൈദ്യത്തിനെയും തെറ്റാണെന്ന് പറയല്ല കേട്ടോ, അതിൻ്റെ ശൈലി പറയുകയാണ്. ആയുർവേദം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് നമുക്ക് ഗുണം കാണുന്നുള്ളത് സംശയമാണ്. ആയുർവേദം വേരിൽ ചെന്നിട്ടാണ്, ആ പ്രശ്നത്തിൻ്റെ വേരിൽ ചെന്നിട്ടാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഗുണം കാണില്ല എന്ന് മാത്രമല്ല, നല്ല ക്ഷമ വേണം ആയുർവേദം ആണെന്നുണ്ടെങ്കിൽ. അതുമാത്രമല്ല, നമ്മൾ ആയുർവേദം മരുന്ന് സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ രോഗം എന്താണോ അത് പെട്ടെന്ന് അങ്ങോട്ട് വർദ്ധിക്കുന്നത് കാണും. അപ്പോൾ ഉള്ളിലുള്ള ആ വിഷം എന്തൊക്കെയാണോ അതൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ രോഗത്തിൻ്റെ ആ ഒരു കാഠിന്യം അത് കൂടുന്നത് കാണും ആയുർവേദ മരുന്ന് നമ്മൾ ജസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ക്ഷമ വേണം, മെല്ലെ മെല്ലെയാണ് അതിൻ്റെ ഗുണം കാണാൻ തുടങ്ങുക. പിന്നെ അധിക വശവും അത് രണ്ടാമത് വരില്ല ആ രോഗം. അങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ ശൈലി. ഈ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ ആയുർവേദമാണ് ഡോക്ടർ. നമ്മൾ പറയാറില്ലേ വാതാലയേശൻ അല്ലെ, വാതരോഗം മാറ്റുന്ന ആള് വൈദ്യൻ എന്നൊക്കെ പറയും ഭഗവാനെ. ഭഗവാൻ പക്ഷേ സ്പെഷ്യാലിറ്റി ആയുർവേദമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഗുണം കിട്ടില്ല. എനിക്ക് ഇന്ന കാര്യം വേണം ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് നമുക്ക് കാണില്ല. നേരെ മറിച്ച് ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണോ രോഗം പെട്ടെന്ന് വർദ്ധിക്കുന്നത്, ഇതേപോലെ ഇതുവരെ ഇല്ലാത്ത ദുഃഖം കൂടി നമുക്ക് വർദ്ധിച്ചു വരും. നമുക്ക് ഇതുവരെ ഈ ജന്മം എന്ന് മാത്രമല്ല, ഇതുവരെയുള്ള ജന്മങ്ങളിലെ സകല കർമ്മപ്രാരബ്ധങ്ങളും പുറത്ത് കാണാൻ തുടങ്ങും. ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് കാണാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ആയുർവേദം എങ്ങനെയാണോ ആ രോഗം പൂർണ്ണമായിട്ട് ഭേദാക്കണത്, ഇതുപോലെ തന്നെ ആ ഗുരുവായൂരപ്പനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാല ശാന്തിയല്ല ഉണ്ടാവുക, നിത്യമായിട്ടുള്ള ശാന്തിയാണ് ഉണ്ടാവുക. എല്ലാ ദോഷങ്ങളും നമ്മുടെ അകന്നു പോവും എന്ന് മാത്രമല്ല, നമുക്ക് സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ദുഃഖങ്ങളെ എങ്ങനെ നേരിടണം, ഏത് മനസ്സോടുകൂടി നേരിടണം എന്നൊക്കെ നമ്മൾ പഠിക്കും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നലെ പറഞ്ഞ ചോദ്യം മുഴുവനായില്ല, അത് ബാക്കി ഭാഗം നമുക്ക് നാളെ സംസാരിക്കാം. എന്തായാലും ഈ ഒരു കാര്യം ഓർത്തോളൂ കേട്ടോ, ഗുരുവായൂരപ്പൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അത് കാരണം തന്നെ ഭഗവാന്റെ ചികിത്സയുടെ ശൈലിയും അങ്ങനെയാണെന്ന് അർത്ഥം. എന്തായാലും ഇന്നത്തെ കൃഷ്ണസ്മരണയും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.